സുനിൽ മാത്യു സാറേ, ഒത്തിരി സന്തോഷം. നിങ്ങൾ സമൂഹത്തിലെ ഒത്തിരി തിന്മകൾക്കെതിരെ ആത്മീയ ലോകത്തെ കാപട്യത്തിന് നേരെ ആരും പ്രതികരിക്കാനില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവരെ ശബ്ദമാക്കുകയായിട്ട് തീരുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തിൽ ഷൈനിയുടെയും മക്കളുടെയും മരണവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കൊടുത്ത വാർത്തകൾ, നിങ്ങൾ അതിനെ ഫോളോ അപ്പ് ചെയ്യുന്നതൊക്കെ ഉള്ള ആൾക്കാരുടെ പ്രതികരണങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. നിങ്ങൾ ചെയ്യുന്ന ക്യാമ്പയിൻ ഒത്തിരി നല്ലതാണ്. കാരണം ആരും ഇല്ലാത്തത് കൊണ്ട്, പ്രതികരിക്കാനില്ലാത്തത് കൊണ്ട് നിശബ്ദരായി പോയിട്ട് മരണം മാത്രമായിട്ട് ഓപ്ഷനായിട്ടുള്ള ഒത്തിരി വ്യക്തികൾക്ക് വേണ്ടി നിങ്ങൾ ശബ്ദിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ആ നല്ല പ്രവൃത്തികൾ വീണ്ടും തുടരുക. ശബ്ദമില്ലാത്തവർക്ക് വേണ്ടി ശബ്ദിക്കുക. ആർക്കെങ്കിലുമൊക്കെ പിടിച്ചു നിൽക്കാനായിട്ട് അല്ലെങ്കിൽ പൊരുതി നിൽക്കാനായിട്ടൊരു ബലവും ഒരു ശക്തിയും കിട്ടിയാൽ അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ധർമ്മം. പ്രത്യേകിച്ച് പെൺകുട്ടികൾ വിവാഹം കഴിച്ചു വിട്ട് കഴിഞ്ഞാൽ, ഞാൻ കൗൺസിലിങ്ങിൽ നിന്ന് മനസ്സിലാക്കിയത്, അവർക്കൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിട്ടുവീഴ്ച ചെയ്യുക, സഹിക്കുക, അഡ്ജസ്റ്റ് ചെയ്ത് പോകും. എന്നാൽ പ്രശ്നത്തെ എന്താണെന്ന് കേൾക്കാൻ പോലും മനസ്സില്ലാത്തവരാണ്. കല്യാണം കഴിച്ചു വിട്ട് കഴിഞ്ഞാൽ അവരുടെ ചുമതല കഴിഞ്ഞു, അതിനുശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഈ പള്ളിയിലെ അച്ഛന്മാരെ പോലെ സഹിച്ച് എനിക്ക് വിട്ടുവീഴ്ച ചെയ്യുക, ദൈവം പ്രവർത്തിക്കും എന്ന് പറയുന്ന ഒരു കൂട്ടം മാതാപിതാക്കൾ, അല്ലെങ്കിൽ വിവാഹം കഴിച്ചു വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സഹോദരിമാരുടെ വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ സാമ്പത്തികമായ ഉത്തരവാദിത്വം വരും എന്ന് ചിന്തിക്കുന്ന സഹോദരന്മാരും ഒക്കെ ഉള്ള ഒരു ലോകത്ത് ജീവിക്കുന്നത് കൊണ്ടാണ് ഒത്തിരി സ്ത്രീകൾ ഇതുപോലെ വിഷമിക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും അവരെ ഒന്ന് കേൾക്കാൻ ശ്രമിച്ചാൽ, അവർക്ക് വേണ്ടി ഒന്ന് ശബ്ദിക്കാൻ ശ്രമിച്ചാൽ, അവരെ അറ്റ്ലീസ്റ്റ് ഒരു ജോലി കണ്ടെത്താൻ സഹായിച്ചാൽ. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയുടെ പ്രതികരണം ഞാൻ കേട്ടു. അവരാരെങ്കിലും ഷെയർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് സഹായിക്കാനും നമുക്ക് ആ കുഞ്ഞിനെ നോക്കാമായിരുന്നു എന്നൊക്കെ പ്രതികരണം നടത്തിയിരുന്ന ആൾക്കാരുടെയൊക്കെ ശരിയാണ്. ആ സ്ത്രീ പറഞ്ഞതുപോലെ ആ സമയത്ത് അവരെ നിലവിളിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സഹായത്തിന് വേണ്ടി ചോദിക്കുമ്പം ഈ വേട്ടക്കാരുടെ ശബ്ദവും ആ സൈഡും കേട്ടെന്ന് മാത്രമേ ആൾക്കാർ സംസാരിക്കത്തുള്ളൂ. ഒരിക്കലും പ്രശ്നം അഭിമുഖീകരിക്കുന്നവർക്കാണ്, അവർക്കാണ് സ്വാധീനം. ആ പെൺകുട്ടി വിവാഹം കഴിച്ചിട്ട് ചെല്ലുന്ന ആ നാട്ടിൽ ആ പെൺകുട്ടി ഒറ്റയാണ്, ആ പള്ളിയിൽ ഒറ്റയാണ്. ആൾക്ക് അവരുടെ ബന്ധുക്കളും ആൾക്കാരും അയൽവക്കക്കാരും എല്ലാം അവർക്ക് അനുകൂലമായിട്ട് നിൽക്കാനാണ് സാധ്യത. ഈ പറഞ്ഞ പുരോഹിതന്മാരും പലരും ഇവരുടെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള നിയമപരമായ സപ്പോർട്ടോ കൗൺസിലിംഗ് സപ്പോർട്ടോ കൊടുത്തിരുന്നെങ്കിൽ, ഒരു കൗൺസിലിംഗ് ചെയ്യേണ്ട, കൗൺസിലിംഗ് ചെയ്ത് ഈ വ്യക്തിയുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി സംസാരിക്കാൻ തക്കവണ്ണം എംപവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരൊന്നും ജീവിതം അവസാനിപ്പിക്കേണ്ടി വരത്തില്ല. കൗൺസിലിംഗ് വരുന്ന ഇങ്ങനെയുള്ള വിഷയങ്ങൾ നേരിടുന്ന ആൾക്കാരെ അവരുടെ ഭർത്താവിനോട് സംസാരിക്കാനായിട്ട് എനിക്ക് സാവകാശം കിട്ടിയാൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കുടുംബക്കാരെ ഒഴിവാക്കി ജീവിക്കാനായിട്ട് ഞാൻ ആവശ്യപ്പെടും. അല്ല, അവിടെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ പറയും, ഒക്കെ നിയമപരമായി നിങ്ങൾക്ക് ഇന്ന അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങളെക്കുറിച്ചുള്ള ഡോക്യുമെൻ്റ് വനിതാ കമ്മീഷൻ്റെ സൈറ്റിൽ കിട്ടും. ഞാനത് നിങ്ങൾക്ക് അയച്ചു തരാം. ഈ വ്യക്തി ഇതിനനുസരിച്ച് മാറുന്നില്ല എങ്കിൽ നിങ്ങളുടെ അവകാശത്തിന് വേണ്ടി നിങ്ങളെ തന്നെ വനിതാ സെല്ലോ വനിതാ കമ്മീഷനോ പരാതി കൊടുത്തിട്ട് നിങ്ങൾ സംരക്ഷണം തേടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ ഉറച്ചു നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും ഒന്നും ചെയ്യില്ല എന്നുള്ള രീതിയിൽ ചലഞ്ച് ചെയ്യാറുണ്ട്. അതുകൊണ്ട് പല ആൾക്കാരും ജീവിതം അവസാനിപ്പിക്കുന്നതിന് പകരം ജോലിയില്ലാതിരിക്കുന്ന ആൾക്കാർ ജോലി കണ്ടെത്തി മുമ്പോട്ട് പോകാറുണ്ട്. എന്നാലും നമുക്ക് പലപ്പോഴും, ഞാൻ വനിതാ കമ്മീഷനിൽ അവരുടെ അദാലത്ത് നടക്കുന്നിടത്ത് പോയിട്ടുണ്ട് ഇങ്ങനെയുള്ള വിഷയമായിട്ട് ബന്ധപ്പെട്ട്. അവിടെ ഇരിക്കുന്ന ആൾക്കാർ, കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ കമന്റ് പറഞ്ഞപ്പോൾ പറഞ്ഞതുപോലെ, അവിടെ ഇരിക്കുന്നവരും സ്വാധീനമുള്ളവർ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന എല്ലാവരും പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റാണ്. പല ആൾക്കാർക്കും നിയമബോധമോ നിയമവിദ്യാഭ്യാസം ഇല്ലാത്തവരാണ്. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആൾക്കാർ സഭയുടെ സ്ഥാനത്ത് നിന്നോ സമുദായത്തിൻ്റെയോ രാഷ്ട്രീയ സ്ഥാനത്ത് നിന്നോ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പരാതി കൊടുത്തിരിക്കുന്ന ആളെ പ്രതിയാക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളുണ്ടാണ് ഞാൻ കണ്ടിട്ടുണ്ട്. പത്തനംതിട്ട വനിതാ കമ്മീഷൻ്റെ അദാലത്തിൽ ചെന്നപ്പം 6 ടേബിളുണ്ട്. 6 ടേബിളിൽ ഇരുന്നിരുന്ന ആൾക്കാർ, എനിക്ക് അവരുടെ നിലവാരത്തെക്കുറിച്ച് പോലും പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം അവർ പറയുന്നത് വെറും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ കൊതിയും നുണയും പറയുന്ന പോലെ ആർക്കോ വേണ്ടിയിട്ട് എന്തോ ചെയ്യുന്ന പോലെയുള്ളൊരു നിലവാരത്തിലുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. ഒരിക്കലും ആ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഈ പരാതി കൊടുത്തിരിക്കുന്ന വ്യക്തിയെ മനസ്സിലാക്കാനോ പ്രശ്നം മനസ്സിലാക്കാനോ അതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കാനോ അതിന് സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കുവാനോ അവർ ശ്രമിച്ചില്ല. ഞാൻ ഇതുപോലെ പരാതി കൊടുത്തൊരു വ്യക്തിയുടെ കൂടെയാണ് പോയത്. അപ്പോൾ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട്, ആ വ്യക്തിക്കെതിരെ മാർത്താമ്മ സഭയുടെ ആസ്ഥാനത്ത് നിന്ന് വിളിച്ചെന്നതുകൊണ്ട് വനിതാ കമ്മീഷൻ അംഗമായിരുന്ന വ്യക്തി അഡ്വക്കേറ്റാണ്, 3 MLAയുടെ ഭാര്യയാണ്. അവർ ചോദിച്ചത്, നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇത് കോംപ്രമൈസ് ആക്കി നിങ്ങൾക്ക് വിരിഞ്ഞു പോയി കൂടെ എന്നാണ് പേഴ്സണൽ വിളിച്ച് ചോദിച്ചത്. അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു കഴിഞ്ഞപ്പം പോലീസ് സ്റ്റേഷനിൽ വെള്ളപ്പേപ്പറിൽ എഴുതി ഒപ്പിട്ട് വാങ്ങിച്ചു. അപ്പോൾ വെള്ളപ്പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവർ പരാതി ഇല്ലെന്ന് ആയിരിക്കും എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞിങ്ങനെ വെള്ളപ്പേപ്പർ എഴുതി വാങ്ങിച്ചു പറഞ്ഞാൽ SP ഓഫീസിൽ ചെന്ന് കൊടുക്കുക,
ഒരു പരാതി കൊടുക്കുക. അങ്ങനെ SP ഓഫീസിൽ ഒരു പരാതി കൊടുത്തത് കൊണ്ട് മാത്രം ആ വ്യക്തിയെ ഇല്ലായ്മ ചെയ്യുന്നത്, ആ വ്യക്തിയെ അധിക്ഷേപിച്ച് ഈ ദേശത്ത് പോലും ജീവിക്കാൻ അനുവദിക്കാത്ത, ആത്മഹത്യ ചെയ്യാതിരിക്കുന്ന ആ വ്യക്തിയുടെ മനക്കട്ടി കൊണ്ടും പിടിച്ചു നിൽക്കാനുള്ള ദൈവത്തിൻ്റെ കരുണ കൊണ്ടും മാത്രം, അല്ലെങ്കിൽ അതുപോലെ ജീവിതം അവസാനിപ്പിക്കത്തക്ക നിലയിൽ എല്ലാ വിധത്തിലുള്ള ആ ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ വേണ്ട എല്ലാ രീതിയിലുള്ള ആരോപണങ്ങളും സമൂഹത്തിലും സഭക്കാരും എല്ലാം കൂടെ ചേർന്ന്, ഈ സഭയുടെ നേതൃത്വത്തിലിരിക്കുന്ന പല ആൾക്കാരും യാതൊരു ധാർമ്മിക ബോധവും നീതിബോധവും ഇല്ലാത്ത ആൾക്കാർ. പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് തിരുവല്ല മാർത്തോമാ സഭയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അതിലിരിക്കുന്ന ബിഷപ്പിനോടോ ഉത്തരവാദിത്തപ്പെട്ടവരോ സഭാ സെക്രട്ടറിയോടൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആ വ്യക്തിയുടെ കുടുംബക്കാർ സംസാരിച്ചതാണ്. ആരുമില്ല നീതിക്ക് വേണ്ടി സംസാരിക്കാം. അവിടെ പറയുന്ന പോലെ അടി തൊട്ട് മുടി വരെ എൻ്റെ സഭ, എൻ്റെ ജനം സൗഖ്യമില്ലാതായിരിക്കുന്നു, കറപ്റ്റഡ് ആയിരിക്കും എന്ന് പറഞ്ഞ പോലെ അധപതിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ ചെയ്യുന്ന വാർത്തകൾ ഒത്തിരി ആൾക്കാർക്ക് ഗുണം ചെയ്യും. അപ്പം നിങ്ങളത് അങ്ങനെയുള്ള റിപ്പീറ്റ് ചെയ്യേണ്ടത്, അവർക്ക് സ്വയമായിട്ട് കാര്യങ്ങളെ നേരിടാനായിട്ടൊരു കഴിവില്ല എങ്കിൽ അവർക്ക് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കണം, അല്ലെങ്കിൽ സ്ട്രെങ്തൻ ചെയ്യണം, അവരെ എംപവർ ചെയ്യുന്ന നോൺ ഗവൺമെൻറ്റൽ NGOs അല്ലെങ്കിൽ കൗൺസിലിംഗ് സെൻറ്റേഴ്സുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അവരുടെ വിഷയങ്ങൾക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നിയമപരമായ സപ്പോർട്ട് ചെയ്തു കൊടുക്കുന്ന ആൾക്കാരോട് സഹായം സ്വീകരിച്ച് മുമ്പോട്ട് പോകാനായിട്ടൊന്ന് ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാർക്ക് അതുകൊണ്ട് പിടിച്ചു നിൽക്കാനുള്ള ബലം കിട്ടും. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.